നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ഏട്ടാ, മേശയിൽ നിന്ന് ഞാനിത് എടുത്തിട്ടില്ല. ഏട്ടന്റെ വിശ്വാസമാവുന്നില്ലേ? ഞാൻ എടുത്ത് മാറ്റി വെച്ചതല്ല. ഇതെന്താ? ഇതൊരു മരുന്നിന്റെ സാമ്പിളാ. ഇപ്പൊ ഇത് ആരും ഉപയോഗിക്കാൻ പാടില്ല. ലാബിൽ നിന്ന് ഫൈനൽ ടെസ്റ്റ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ഞാനിത് ഉപയോഗിക്കാൻ എടുത്തതല്ല. ഇതിനടിയിലെ പാക്കറ്റ് കണ്ടപ്പോ വെറുതെ ഒന്ന് എടുത്തു നോക്കി, അത്രേ ഉള്ളൂ. വീട് വൃത്തിയാക്കാനെന്ന പേരും പറഞ്ഞ് ഓരോ സാധനങ്ങളും ഓരോ ഭാഗത്തായി മിസ്പ്ലേസ് ചെയ്യുകയാണ് നീ. പക്ഷേ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിണങ്ങിയോ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ വിഷമം തോന്നില്ലേ? ഏട്ടന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ഒരു സാധനം എടുക്കാറില്ല, സ്ഥാനം തെറ്റിച്ച് വെക്കാറുമില്ല. സോറി വർഷേ, പിണങ്ങാതെ. ഇതുവരെ നിന്നോട് സംസാരിച്ചത് ബിസിനസ്മാനായ വിക്രമാണ്. എന്നാൽ ഇപ്പൊ സംസാരിക്കുന്നത് നിന്റെ ഭർത്താവും കാമുകനായ വിക്രമാണ്. കളഞ്ഞേക്ക്. ഈ ഡബിൾ റോൾ ഒന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഏട്ടൻ എന്നും എന്നോട് പെരുമാറുന്നത് ഒരേ രീതിയിലായിരിക്കണം. ബിസിനസ് ആയാലും ജീവിതമായാലും വർഷ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. എന്റെ ഈ രണ്ട് മുഖങ്ങളും നീ പരിചയപ്പെട്ടിരിക്കണം. രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിവും ഉണ്ടാവണം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വിക്രമിന് ഒരു അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുന്നത്, അതും ഒരു സ്ത്രീയുടെ. അയാളിപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വട്ടെടുത്ത് നിൽക്കുകയായിരിക്കും. ഇനി അയാളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത്, അയാൾ വിളിച്ചിരിക്കും. ഇനി ഫോൺ ഓഫ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. 24 മണിക്കൂറും ഞാൻ അലേർട്ടായിരിക്കും. വർഷ അപകടസ്ഥിതി തരണം ചെയ്യുന്നവരെ എന്ത് സഹായവും ഏത് നേരത്തും എന്നിൽ നിന്നുണ്ടാവും. എന്നാ നമുക്കിപ്പോ പിരിയാൻ ശ്യാമേ. ശ്യാമാണ് എന്റെ ഒരു ധൈര്യം. ശരി ചേച്ചി, ഞാനുണ്ടാവും. പ്രത്യേകിച്ച് വർഷയുടെ കാര്യമല്ലേ. ശരി ശരി, കാണാം. ഇവനന്ന് കല്യാണ മണ്ഡപത്തിൽ വർഷയുടെ കൈപിടിച്ചു വന്നവനല്ലേ? അവര് തമ്മിൽ പിരിഞ്ഞു. ഏയ്, ഇത് പ്രണയ കേസൊന്നുമല്ല, മറ്റെന്തോ പ്രശ്നമായിരിക്കും. വന്ദന കൈവിട്ടൊന്നും പോയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.